ഹായ് ഫ്രണ്ട്സ്, കേരള PSC LDC 2024 മലയാളത്തിൽ നിന്ന് 10 മാർക്കുണ്ട്. മലയാളത്തിലെ 10 മാർക്ക് ഉറപ്പിക്കാൻ വളരെ ഈസിയാണ്. എന്താണ് ചെയ്യേണ്ടത്? മുൻകാല ചോദ്യപേപ്പറുകൾ നന്നായി ചെയ്ത് പഠിക്കുക, അനുബന്ധ വസ്തുക്കളും പഠിക്കുക, കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ മലയാളം ചോദ്യപേപ്പറുകൾ കുറേ എണ്ണം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ന് കോമൺ പ്രിലിമിനറി എക്സാം 2023 ഡിഗ്രി ലെവൽ സ്റ്റേജ് 1 മലയാളം ചോദ്യപേപ്പർ ഒന്ന് പഠിക്കാം. ഏകദേശം LDC നിലവാരത്തിൽ തന്നെയാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾക്കറിയാം, നമ്മുടെ ഒരു ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമാണ്. ഒരു ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട്. ആ ക്രാഷ് കോഴ്സിനെ കുറിച്ച് ഒരു 2 മിനിറ്റ് നമുക്ക് സംസാരിക്കാം, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഒരു സൗജന്യ ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട് നമ്മുടെ LDC 2024 വേണ്ടി 90 ദിവസത്തേക്ക്. ഇപ്പോൾ തിരുവനന്തപുരത്തെ എക്സാമിന് മുന്നേ കഴിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇപ്പോൾ ബാക്കി ജില്ലക്കാർക്ക് അവരുടെ പേസിന് വേഗതയ്ക്കനുസരിച്ച് പഠിക്കാം. വീഡിയോ ക്ലാസ് ഉണ്ട്, PDF നോട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസവും പഠിക്കാനുള്ളത് തരും. ആ പഠിക്കാനുള്ളതിൽ നിന്ന് ഒരു ഓൺലൈൻ എക്സാം ചെയ്യാം. ഇതെല്ലാം കൂടിയതാണ്, തികച്ചും ഫ്രീ ആണ്. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിൽ എല്ലാം ഒരു ലിങ്ക് കിട്ടും. വാട്സപ്പിൽ ഇങ്ങനെ തിരയൊന്നും വേണ്ട. ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ നമ്മൾ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. പക്ഷേ ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും, ഇതുവരെ നടന്ന എല്ലാ ക്ലാസ്സുകളും എല്ലാറ്റിൻ്റെയും കംപ്ലീറ്റ് നോട്ട്സും ഓരോ ദിവസവും പഠിക്കാൻ തരുന്നതിൻ്റെ കംപ്ലീറ്റ് നോട്ട്സും കിട്ടും. ഇപ്പോൾ ഡേ 1 to 7 ഇതാ ഈ ലിങ്കിൽ കയറുന്നു. ഈ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടില്ലേ, ഇവിടെ ഡേ 1 to 7 അങ്ങനെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്താൽ മതി, അവിടെ ആ ഡേ 1 to 7 നമ്മൾ ക്ലിക്ക് ചെയ്താൽ 1ാമത്തെ ദിവസത്തെ കിട്ടും. ഇപ്പോൾ 21 ദിവസം കഴിഞ്ഞു. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചേർന്ന് നിങ്ങൾക്ക് ഡേ 1 മുതൽ പഠിക്കാം. എവിടെയും പോകുന്നില്ല. ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വസ്തുക്കളും വീഡിയോ ഒക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. സാധാരണ വാട്സപ്പിലാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ടെലിഗ്രാമിലാണ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് തപ്പി നോക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. അപ്പോൾ അവിടെ ഡേ 1 to 7, ഇപ്പോൾ ഡേ 1 to 7 ഡേ 1 മുതൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഡേ 1 കയറി നോക്കിയാൽ കണ്ടോ എന്താണ് പഠിക്കാനുള്ളത്. അന്ന് പഠിക്കാനുള്ള വിഷയങ്ങൾ തന്നിട്ടുണ്ട്, ചരിത്രമാണ് തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ PDF നോട്ടുണ്ട്. PDF-ൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ PDF ഡൗൺലോഡായി നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. അതിന് താഴെയായിട്ട് വീഡിയോ ക്ലാസ് ഉണ്ട്. പഴശ്ശിക്കലാപം, ആറ്റിങ്ങൽ കലാപം, കുറിച്ച കലാപം തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിൻ്റെ വീഡിയോ ക്ലാസ് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സാം എഴുതാം. അപ്പോൾ വീഡിയോസൊക്കെ മുൻകാല ചോദ്യങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ആവശ്യമായ വിഷയങ്ങൾ പറഞ്ഞത്. PDF നോട്ട് വിശദമായി എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിലാണ്. ഇപ്പോൾ 2 രീതിയിൽ വേണമെങ്കിലും നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കാം. അത് കഴിഞ്ഞ് അതിലൊരു എക്സാം അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ആ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അറിയാൻ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. റിസൾട്ട് അറിയാം, എത്രണ്ണം ശരിയായി, ഏതാണ് ശരി ഉത്തരം, ഏതൊക്കെ തെറ്റായതിൻ്റെ ശരി ഉത്തരമൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ ഇതിൽ ചേരാനുള്ള ലിങ്ക് ഞാൻ എന്തിൽ തരുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം, മലയാളം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇപ്പം നമുക്കറിയാം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏത്? പര്യായത്തിൽ നിന്നാണ് ആദ്യത്തെ ചോദ്യം തന്നെ. ഇപ്പം പര്യായങ്ങളൊക്കെ ഓർത്തു വയ്ക്കുക എന്ന് പറയുമ്പോൾ പലതും മറന്നു പോകും അല്ലേ? അപ്പോൾ അത് ഇങ്ങനെ നിരന്തരമായി ചോദ്യപേപ്പർ ചെയ്യുകയും അതിനോടൊപ്പം കുറച്ച് പര്യായങ്ങൾ കൂടി ഓർത്തു വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വല്ലാതെ ബോറടിക്കാതെ നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. മറ്റത് കുറച്ച് പര്യായങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് എല്ലാ പര്യായങ്ങളും കൂടി എടുത്തെഴുതി കഴിഞ്ഞാൽ നമുക്കത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏത് എന്നാണ് ചോദ്യം. നദിയുടെ പര്യായത്തിൽ എന്താണ് നദി? നദിയുടെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, തടിനി എന്ന് പറയുന്നത് നദിയുടെ പര്യായമാണ്. തടിനി എന്ന് പറഞ്ഞാൽ തടങ്ങൾ ഉള്ളത് എന്നുള്ള അർത്ഥത്തിലാണ്. തടങ്ങൾ ഉള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് തടിനി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ കിട്ടി, നദിയുടെ പര്യായം എന്ത് കിട്ടി? തടങ്ങൾ ഉള്ളത് എന്നുള്ള അർത്ഥത്തിൽ തടിനി. അങ്ങനെ കണക്ട് ചെയ്ത് ഓർമ്മിച്ച് വെച്ചാൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. പുഴണ്ട് അല്ലേ? നദിക്ക് മറ്റൊരു പര്യായമാണ് പുഴ, മറന്നു പോണ്ട അല്ലേ? മറ്റൊരു പര്യായം എന്താ നദിയുടെ? അരുവി നദിയുടെ പര്യായമാണ്. അരുവി എന്ന് പറയുന്നത് നദിയുടെ പര്യായമാണ്. അരുവി നദിയുടെ പര്യായമാണ്. അരുവി മാത്രമാണോ? സരിത്ത് നദിയുടെ പര്യായമാണ്. എവിടുന്നാ സരിത്ത് വന്നത്? സരിതയിൽ നിന്ന് നമുക്ക് സരിതേനെ ഓർമ്മല്ലേ? സരിത എന്ന് പറഞ്ഞാൽ മലയാളത്തിലുള്ള അർത്ഥം എന്താണ്? അനായാസമായ ഒഴുക്കുള്ള എന്നാണ്. അപ്പോൾ സരിത അനായാസമായ ഒഴുക്കുള്ള ഒരു പദം പഠിച്ചു. സരിത്ത് ഒഴുക്കുള്ള നദിയല്ലേ? പിന്നെ നമുക്കറിയാം വാഹിനി അല്ലേ? വഹിച്ചു കൊണ്ടുപോകുന്നതാണ് വാഹിനി. നിമ്നക എന്ന് പറയുന്ന ഒരു പര്യായമുണ്ട്.
നിമ്നം അല്ലേ? നിമ്നോന്നതങ്ങൾ എന്ന് പറയാറില്ലേ? ഉന്നതം അതിൻ്റെ വിപരീതമാണ് നിമ്നം. നിമ്നം എന്ന് പറഞ്ഞാൽ താഴ്ചയിലൂടെ ഒഴുകുന്നതാണല്ലോ നദി. നിമ്നം എന്ന് പറയുന്നൊരു അർത്ഥമുണ്ട്. അപ്പം തടിനി, വാഹിനി, പിന്നെ സരിത്ത്, അരുവി, പുഴ, മറന്നു പോകണ്ട ആറൊന്നും നമുക്ക് നന്നായിട്ടറിയാം അല്ലേ? ആറ്റിൽ കുളിക്കാൻ പോകാറില്ലേ? ആറ്. അപ്പം ഇതാണ് നദിയുടെ പര്യായം. മനസ്സിൽ വരുന്നുണ്ടല്ലോ. തടിനി തടങ്ങളുള്ളത്, അതുപോലെ തന്നെ അരുവി, സരിത്ത് സരിത ഒഴുക്കുള്ളത്, അല്ലെങ്കിൽ എന്താ പറയുക അനായാസമായ, അതുപോലെ തന്നെ നിമ്നക നിമ്നമോർത്താൽ മതി, വാഹിനി വഹിച്ചു കൊണ്ടുപോകുന്നതാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഓർത്തു വയ്ക്കാൻ പറ്റും. അപ്പം നിമ്നം എന്ന് പറഞ്ഞ തളിമം എന്ന് പറഞ്ഞാൽ കട്ടിലാണ്. തളിമം, തലിനം, പര്യങ്കം, മഞ്ചം. അപ്പം ഈ വേഡ് റൂട്ട് ഓർത്തിട്ട് നമുക്ക് പഠിക്കാം. ഇനി ഒരു കഥ ഉണ്ടാക്കി പഠിച്ചാൽ മതി, അപ്പോഴും ഓർത്തു വരും. കട്ടിലിൽ തളർന്നു കിടന്നു, അപ്പം തളിമ. അതിൻ്റെ അർത്ഥമല്ല കേട്ടോ, തളിമത്തിൻ്റെ അർത്ഥമല്ല, മറ്റൊരു രീതിയിൽ എങ്ങനെ പഠിക്കാം. കട്ടിലിൽ തളർന്നു കിടക്കുമ്പോൾ എങ്ങനെ വരിക? ആകെ വിഷണ്ണനായിട്ട് തലയ്ക്ക് കൈവച്ച് കിടന്നു. പര്യായം പഠിച്ച് മനസ്സിലാവുന്നില്ലല്ലോ എന്ന സങ്കടത്തിൽ കട്ടിലിൽ തളർന്ന് തല വെച്ച് കിടന്നു. കാരണം പര്യായം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഒരു ലഡു പൊട്ടുന്നതിന് പകരം ഒരു മഞ്ച് പൊട്ടിയത്. ഇത് ഓർത്താൽ മതിയല്ലോ, എനിക്ക് പര്യായം ഓർമ്മ വരുമല്ലോ എന്ന്. ഒരു മഞ്ച് പൊട്ടി, ലഡു പൊട്ടി എന്നുള്ളതിന് പകരം. മഞ്ചും മധുരമുള്ളൊരു സാധനമാണല്ലോ അല്ലേ? നമ്മൾ വാങ്ങുന്ന ഒരു മഞ്ച് മിഠായിയാണ്. അപ്പം തളിമം, തലിനം, കട്ടിൽ, പര്യങ്കം, മഞ്ചം. പര്യായം പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാത്തതുകൊണ്ട് തളർന്ന് ഇത് പഠിച്ചാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ച് തലയിൽ കൈവച്ച് കട്ടിലിൽ കിടന്നു. അപ്പോഴാണ് ഈ കഥയോർത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞൊരു മഞ്ച് മനസ്സ് പൊട്ടിയത്. സൈകതം മണൽത്തിട്ട്, സിഗതം, സിഗതാവാൻ, സിഗതാവത്ത്. ഇവിടെ നമ്മൾ കഥയൊന്നും ഓർക്കണ്ട. മണൽത്തിട്ടനെ സൈകതവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തിയാൽ മതി. മണലിലൂടെ സൈക്കിൾ ഓടിക്കാൻ പറ്റുമോ? നല്ല ബുദ്ധിമുട്ടാണല്ലേ മണലിലൂടെ സൈക്കിൾ ഓടിക്കാൻ. അങ്ങനെ ആലോചിച്ച് നോക്കൂ. അപ്പം മണലിലൂടെ സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല. പിന്നെ സൈകതത്തിലുണ്ട് സിഗതം, സിഗതാവാൻ, സിഗതാവത്ത്, ഇതൊക്കെ ഉണ്ട് മണൽത്തിട്ടയ്ക്ക്. അങ്ങനെ ഏതാണോ അപ്രോപ്രിയേറ്റ്, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാവുന്ന ഏതാണോ അത് വെച്ച് ഈ പര്യായങ്ങളൊന്ന് ഓർത്ത് വെച്ച് നോക്കൂ. ഈസിയായി പര്യായങ്ങൾ നമ്മളൊപ്പം പോരും. വിപരീത പദം എഴുതുക. ചഞ്ചലം. ചഞ്ചലം എന്ന് പറഞ്ഞാൽ ഇളകുന്നതാ, ചലിക്കുന്നത്, ഇളകുന്നതാ ചഞ്ചലം. അതിൻ്റെ വിപരീതം അചഞ്ചലമാണ്. ചലിക്കുന്നത്, ഇളകുന്നത് എന്നർത്ഥമുള്ളത് കൊണ്ട്, ചലിക്കുന്നത് ഉള്ളതിനെക്കാട്ടിലും ഇളക്കം, ചഞ്ചലം, ഇളക്കമുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് മറ്റൊരു വിപരീതമുണ്ട്, നിശ്ചലം. അതും ഒരു വിപരീതമാണ്. ഇപ്പം ചഞ്ചലത്തിന് അചഞ്ചലം, നിശ്ചലം, അചഞ്ചലമായ വിശ്വാസം, അങ്ങനെയൊക്കെ കേൾക്കാറില്ലേ? ചലനം നിശ്ചലനമാണ്. അചലനം എന്ന് പറയണ്ടട്ടാ, അവിടെ നിശ്ചലനമാണ്. ചടുലമോ? ചടുലം ദൃഢം. ചടുലം വിപരീതം എന്താണ്? ദൃഢം. ഇതൊക്കെ വിപരീതങ്ങളാണ്. ചോദിക്കാറുണ്ട് PSC പരീക്ഷയ്ക്ക്. പിരിച്ചെഴുതുക PSCയുടെ മറ്റൊരു പരിപാടിയാണ് ഉണ്മ. ഉണ്മ എന്ന് പറഞ്ഞാൽ എന്താ? ഉൾ പ്ലസ് മ ആണ് ഉണ്മ. ഉൾ പ്ലസ് മ ഉണ്മ. അപ്പം നന്മയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, നന്മ കിട്ടിയിട്ടുണ്ടാവും. ഉൺ പ്ലസ് മ ആണ് ഉണ്മ. അപ്പം നന്മയോ? നൽ പ്ലസ് മ. നന്മയാണ്, അതിനെയാണ് നന്മ എന്ന് പറയുന്നത്. വെണ്മയോ? വെണ്മ. വെണ്മ എന്ന് പറയുന്നത് എങ്ങനെയാ? അവിടെ എന്താണ്? വെൺ പ്ലസ് മ ആണോ അതോ വെൽ പ്ലസ് മ ആണോ? നിങ്ങളൊന്ന് കമൻറ്റ് അറിയൂ, ഞാൻ കമൻറ്റിൽ വന്ന് പറയാം ഏതായിരിക്കും. വെൽ പ്ലസ് മ ആണോ വെൺ പ്ലസ് മ ആണോ വെണ്മ വരിക? മേന്മ എന്തായിരിക്കും? മേന്മ. മേൽ പ്ലസ് മ. കിട്ടുന്നുണ്ടല്ലേ? ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. മേൽ പ്ലസ് മ ആണ്. കേട്ടു. ഇതുപോലെ ഓർക്കേണ്ടതാണ്. കേട്ടു എങ്ങനെ പിരിച്ചെഴുതുക? നമ്മൾ മുന്നേ പരിചയിച്ചിട്ടുണ്ട്. കേൾ പ്ലസ് തു. ഇതൊക്കെ ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. ഒരു വർണ്ണം പോകുന്നു,
ൽ പോയി അതിന് പകരം ട് വരുന്നു. ഇവിടെയും അല്ലേ ഒടുക്കം കേട്ടു എന്നായി മാറുന്നു. ആദേശസന്ധിക്ക് പോവുകയാണ്. ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരികയാണ്. അപ്പം വേട്ടു എന്തായിരിക്കും? വേട്ടു എന്ന് ഓർത്ത് വെച്ച് നോക്കൂ. എന്താണ് വേട്ടു വരുമ്പോൾ എന്താ വരിക? വേൾ പ്ലസ് തു ആണ് വരിക. വേൾ പ്ലസ് തു. കേട്ടു കേൾ പ്ലസ് തു, വേട്ടു വേൾ പ്ലസ് തു. ഓക്കെ. ശരിയായ പദം ഏത്? അടുത്ത വരുന്നതാ. അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാണുമ്പോഴൊക്കെ റെഡിയാവും അല്ലേ? ഇവിടെ നിങ്ങൾക്കറിയാം അത് നിശ്ചയമാണ്. നിശ്ചയമല്ല മറ്റേ നിശ്ചയവുമല്ല. പക്ഷെ പരീക്ഷാകാലിൽ എത്തുമ്പോഴാവും ഇതിലൊരു നിശ്ചയമില്ലാതെ വരിക. ഉറപ്പിച്ചോളൂ കേട്ടോ. നിശ്ചയത്തിൽ ഒരു ഷ ഉണ്ട്. അതിന് നിശ്ചയം, കല്യാണത്തിന് നിശ്ചയം നടക്കും. നിശ്ചയം നടക്കുമ്പോൾ ഇപ്പം എങ്ങനെയാ? ഒരുപാടുണ്ടാവും അല്ലേ? ഊണ് മാത്രമല്ല, ദോശ ഉണ്ടാവും, ഒരുപാട് പേരുണ്ടാവും അല്ലേ? അങ്ങനെ എന്നുള്ള ശബ്ദത്തിൽ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ കിട്ടും. അപ്പം നിശ്ചയത്തിൽ ഷ ഉണ്ട്. ഓക്കെ. എന്നാൽ യാദൃച്ഛികം എന്ന് നിങ്ങൾ ഇങ്ങനെ എഴുതാൻ നോക്കണ്ട, തെറ്റാ. യാദൃച്ഛികം എന്നുള്ളത് ഇങ്ങനെയും എഴുതണ്ട, അതും തെറ്റാ. യാദൃച്ഛികത്തിൽ നിങ്ങൾക്ക് എതിർച്ചയാ അവിടെ ഒരു അച്ഛനുണ്ട് അല്ലേ? ച ഉണ്ട്, എതിർച്ച ഉണ്ട്. അതിൽ എതിർച്ചയാൽ നിങ്ങൾ ഒരു സ്ഥലത്ത് പോവുകയാണ്, രണ്ടാളും വീട്ടിൽ നിന്ന് ഒരുമിച്ച് ഇറങ്ങിയത്. ഇപ്പം കോളേജൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇറങ്ങുമ്പോഴാണ് എതിർച്ചയ അച്ഛനെ കാണുന്നത്. അവിടെ ച ഉണ്ട്, അച്ഛനിലെ ഈ ച അടിയിലുണ്ട് കേട്ടോ. യാദൃച്ഛികം. എതിർച്ച എന്നുള്ള വാക്കിൽ നിന്ന എതിർച്ച എന്ന് എന്തായാലും പറയില്ലല്ലോ. എതിർച്ച. യാദൃശ്ചികത്തിൽ ശരിയില്ല, നമ്മൾ അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുക. യാദൃച്ഛികമാണ്, യാദൃശ്ചികമല്ല. അവിടെ ശരിയില്ല. പക്ഷെ നിശ്ചയത്തിൽ ആരുണ്ട്? ഷ ഉണ്ട് അല്ല, ഷ ഉണ്ട്. അത് ഓർത്തു വയ്ക്കുക. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതാണ് നിഘണ്ടു. ഏതാ കറക്റ്റ്? നിഘണ്ടു ആണോ? നിഘണ്ടു. ഇത് ശരിയാണോ? നിഘണ്ടു. തെറ്റാണ്. ഈ ഗ മാറ്റണം. അവിടെ ഗ ആണ് വരിക. കുറച്ച് കനക്ക വേണ്ടേ നിഘണ്ടുവിന്? ആ ചെറിയ ഗ പോരാ. അതിൻ്റെ തന്നെ ഒന്ന് വളഞ്ഞു തിരിഞ്ഞിട്ടൊക്കെ ഉള്ള ആള് വേണം. കുറച്ച് ഗംഭീരൻ സാധനമല്ലേ നിഘണ്ടു? മറ്റേ ഘ ആണ്. ഇപ്പം നമുക്ക് തെറ്റുന്നതാണ് നിവർത്തി. നമ്മൾ ഒരിക്കൽ പറഞ്ഞതാ, മറന്നു പോണ്ട. നിവർത്തി തെറ്റാ, നിവൃത്തിയാണ്. പക്ഷെ അത് ക്രിയാരൂപമായിട്ട് എഴുതുമ്പോൾ നിവർത്തിക്കുക എന്ന് തന്നെ എഴുതണം. അവിടെ നിവർത്തിക്കുക എന്ന് എഴുതിയാൽ തെറ്റാട്ടോ. നിവർത്തിയുടെ കാര്യം അതാണ്. നന്നായിട്ട് ഓണം. പ്രവൃത്തി എഴുതുമ്പോൾ എങ്ങനെ തന്നെ എഴുതണം? പ്രവൃത്തി എന്ന് ഇങ്ങനെ തന്നെ എഴുതണം. പക്ഷെ അതിൻ്റെ ക്രിയാരൂപം എഴുതുമ്പോൾ പ്രവർത്തിക്കുക എന്നിങ്ങനെ എഴുതരുത്. അവിടെ പ്രവർത്തിക്കുക, വർത്തിക്കലാണ്. അപ്പം എങ്ങനെ ഉണ്ടത്? നിവൃത്തി, പ്രവൃത്തി, അങ്ങനെ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ വർത്തിക്കലാണ്, വൃത്തിയാണ്. അത് രണ്ട് ആലോചിച്ചാൽ മതി. നിവർത്തിക്കുക, പരിവർത്തിക്കുക കറക്റ്റാ. പരിവർത്തിക്കൽ കറക്റ്റാ, അത് ശരിയാണ്. അല്ലാതെ പരിവൃത്തിക്കലല്ല. അതേസമയം അതിൻ്റെ നാമരൂപം എഴുതുമ്പോൾ പരിവൃത്തി എന്ന് തന്നെ എഴുതണം. അപ്പോൾ വർത്തിക്കലും വൃത്തിയുമാണ്. ഓർത്തു വയ്ക്കുക. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം നിസ്സാരം, അതാ ഡയലോഗ് ഓർത്ത് വെച്ചാൽ നിസ്സാരം. ആ ഡയലോഗ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പം രണ്ട് സാൻഡ് ഓർത്ത് വയ്ക്കും. പരീക്ഷ ഹാളിലാവും ആകെ പ്രശ്നം. നിസ്സാരാണോ നിസ്സാരമാണോ? ഹൈ, ആകെ അപ്പം ഇടങ്ങറാവും. നിസ്സാരമല്ല, നിസ്സാരം. നിങ്ങൾ ആ ഡയലോഗ് കണ്ടിട്ടില്ലേ സിനിമയിൽ? അപ്പോൾ അതോർത്ത് വെച്ചാൽ മതി. രണ്ട് സാൻഡ്, നിസ്സാരം. ഓക്കെ. സമാന പദം ഏത്? ഇനൻ. ഇനൻ എന്നുള്ളതിൻ്റെ സമാന പദം സൂര്യനാണ്. സൂര്യന് ഭാസ്കരൻ എന്ന് പേരുണ്ട്. പ്രകാശിക്കുന്നവൻ, പ്രഭയുള്ളവൻ, അങ്ങനെ ആലോചിച്ചാൽ മതി. അവിടെ ഭാണ്ടല്ലോ. ദിവാകരൻ. എന്താ ദിവാകരൻ എന്ന് പറഞ്ഞാൽ? കരൻ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവനാണ്. ദിവാകരൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദിവാകരൻ? ദിവ എന്ന് പറഞ്ഞാൽ പകല, പകലിനെ ചെയ്യുന്നവൻ, പകലിനെ ഉണ്ടാക്കുന്നവൻ ആരാ? ദിവാകരനാണ്. ദിവാകരൻ. ഭാനു, അവിടെയും ഭായുണ്ട്, പ്രകാശുണ്ട്. ഭാനു പറയാം. വിവസ്വാൻ.
മറ്റൊരു പര്യായ പദമാണ്. ആദിത്യൻ, അതെല്ലാവർക്കും അറിയാലോ അല്ലേ, ആദിത്യൻ. മറ്റൊന്നാണ് അർക്കൻ, പകലോൻ. ഇതൊക്കെ ആദിത്യൻ്റെ, സൂര്യൻ്റെ പര്യായ പദങ്ങളാണ്. ആര്യമാവുണ്ട്, ഇനനുണ്ട്. ആ ഇനനാണ് വന്നിട്ടുള്ളത്. ആര്യമാവും ഇനനുമുണ്ട്. ഒരു കഥയോ ബന്ധങ്ങളോ ഓർത്തു നോക്കൂ, അങ്ങനെ ഓർത്തു നോക്കൂ. ഓക്കെ, അപ്പോൾ അതാണ് സൂര്യൻ്റെ പര്യായ പദം. കാറ്റാണെങ്കിലോ, കാറ്റിന് ഒരുപാടെണ്ണം ഉണ്ടല്ലേ. കാറ്റിൽ ശ്രദ്ധിക്കേണ്ടത്, കാറ്റ് അനിലനാണ്. കാറ്റിലാണ് തീയിലെ വള്ളിയുള്ളത്, അനിലൻ. എന്നാൽ തീ അനലനാണ്. രണ്ടാളും കൂട്ടുകാരാ അല്ലേ. കാറ്റ് വീശിയാൽ തീ കെടും ചെയ്യും, ചിലപ്പോൾ ആളി കത്തിന്നും വരും. ചെറിയ തീയൊക്കെ ആണെങ്കിൽ ഒന്ന് ഊതിയാണ്ട് കെടും, വലിയ തീയാണെങ്കിൽ ഊതിയാണ്ട് ആളി കത്തും. അപ്പം കാറ്റ് തീനെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് കാറ്റിൽ അനിലന് ആ വള്ളി വന്നത്. അപ്പം അനലൻ ഇങ്ങനെ എന്തായിരുന്നു, തീയൊന്നും ഇല്ലാതെ, ഇങ്ങനെ തീയൊന്നും ഇല്ലാതെ അല്ലേ. എങ്ങനെയല്ലേ തീ നമ്മൾ വരയ്ക്കുക, ഇങ്ങനെയൊക്കെ തീ വരയ്ക്കും അല്ലേ. ഇപ്പം നമുക്കറിയാം ഒരു പാത്രത്തിൽ നിന്ന് തീ കത്തുകയാണ്, അതിങ്ങനെ ഇങ്ങനെ എരിഞ്ഞ് കത്തുകയാണ് അനലൻ. അനലൻ എന്ന് പറഞ്ഞാൽ തീ. അപ്പോഴാണ് കാറ്റ് വീശിയത്, അപ്പോഴാണ് മൂപ്പര് ആ തീ ഉണ്ടായത്. അപ്പം ആ വള്ളി വരുന്നത് കാറ്റില, അനിലൻ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അനിലൻ എന്താണ്, കാറ്റാണ്. അനലൻ തീയാണ്. രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. അപ്പം കാറ്റിന് മറ്റു പല അർത്ഥങ്ങളുണ്ട്. സമീരണൻ എന്നൊരർത്ഥമുണ്ട്, പവനൻ എന്നൊരർത്ഥമുണ്ട്, മാരുതൻ എന്നർത്ഥമുണ്ട്, വായു എന്നർത്ഥമുണ്ട്, വാദം എന്നർത്ഥമുണ്ട്. വാദം, വാതകം എന്നുള്ള അർത്ഥം. മാരുതൻ എന്നുള്ള അർത്ഥമുണ്ട്. പവനനാണ്, സമീരണനാണ്. തീയോ, അഗ്നിയുണ്ട്, വഗ്നിയുണ്ട്, ദഹനൻ, ദഹിപ്പിക്കുന്ന ആളാ. അഗിരം എന്നൊരർത്ഥമുണ്ട്. പാവകൻ, നല്ല പേരാട്ടിക്കുന്നത്. ഇത്ര പാവമുള്ള ഒരാൾ വേറല്ലേ അല്ലേ. പാവകൻ, ജാതവേദസ്, ഇതൊക്കെ തീയുടെ പര്യായ പദങ്ങളാണ്. തെറ്റില്ലാത്ത വാക്യം ഏത്? പലപ്പോഴും തെറ്റിക്കുന്നതാണ് നമ്മളിവിടെ അല്ലേ. തെറ്റില്ലാത്ത വാക്യം ഏത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ തെറ്റിക്കും. ഇപ്പം നോക്കൂ, നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ നന്ദി രേഖപ്പെടുത്തണ്ട, നിങ്ങൾ നന്ദി പറഞ്ഞാൽ മതി കേട്ടോ. നന്ദി പറയുന്നു. സ്വാഗതം ഓതുന്നു എന്നൊക്കെ പറഞ്ഞോളൂ, സ്വാഗതം രേഖപ്പെടുത്തണ്ട. സ്വാഗതം രേഖപ്പെടുത്തുക ചെയ്യുക, സദസ്സിലാണ് സ്വാഗതം പറയുക. അപ്പം സ്വാഗതം പറഞ്ഞാൽ മതി, നന്ദി പറഞ്ഞാൽ മതി. പക്ഷെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ നന്ദി രേഖപ്പെടുത്തും. ഇതിപ്പോൾ എഴുതി കൊടുക്കുക നന്ദി എന്നുള്ളത്. നന്ദി പറയുന്നു, അതാണ് കറക്റ്റ്. ഇപ്പം പത്രത്തിൽ പ്രധാനമന്ത്രി സന്നദ്ധം എന്ന് പണ്ടൊരു വാർത്ത വന്നു. ആ പ്രധാനമന്ത്രി സന്നദ്ധം വളരെ പണ്ട് EMS ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രധാനമന്ത്രി സന്നദ്ധം എന്ന് തലക്കെട്ടിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്, പ്രധാനമന്ത്രി സന്നദ്ധൻ എന്ന് പറഞ്ഞാൽ മതി. പ്രധാനമന്ത്രി സന്നദ്ധൻ എന്ന് പറയാവുന്ന പ്രധാനമന്ത്രിമാരാണ് നമുക്ക് അധികം ഉണ്ടായിട്ടുള്ളത്, ആണുങ്ങളാണ്. അപ്പം സന്നദ്ധൻ ആണ്. ഇനി പ്രധാനമന്ത്രി സന്നദ്ധ എന്ന് പറയാൻ ഇന്ദിരാഗാന്ധി ഉണ്ടായിട്ടുണ്ട്. ഈ സന്നദ്ധം എന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ടിലും പിടുത്തത്താക്കുന്നത് എന്തിനാ എന്ന് അദ്ദേഹം ചോദിച്ചു. കണ്ടുവോ? ഇപ്പം പ്രധാനമന്ത്രി സന്നദ്ധം എന്ന് പറയണ്ട. ആണാണെങ്കിൽ നിങ്ങൾ പ്രധാനമന്ത്രി പത്രത്തിൽ വന്നത്, പ്രമുഖമായ ഒരു പത്രത്തിൽ വന്നതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കമൻ്റാണ് പ്രധാനമന്ത്രി സന്നദ്ധം. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ പണ്ടത്തെ എന്ന് പറഞ്ഞാൽ നല്ല ധാരണയും അറിവുള്ളവരാണ്, എന്നുള്ളൊരു മോശക്കാരാണെന്നല്ല, പക്ഷെ അവരെക്കാട്ടിലൊക്കെ നല്ല ഉൾക്കാഴ്ചയുള്ള ആളുകളായിരുന്നു അവരല്ലേ. പ്രധാനമന്ത്രി സന്നദ്ധം. പ്രധാനമന്ത്രി സന്നദ്ധൻ എന്ന് പറഞ്ഞാൽ അത് ആരെക്കുറിച്ചിട്ടാ? അതാണായതുകൊണ്ടാണ്. പ്രധാനമന്ത്രി സന്നദ്ധ എന്ന് പറഞ്ഞാൽ പെണ്ണായതുകൊണ്ടാണ്. ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ നമുക്ക് സന്നദ്ധം എന്ന് പറയാം, കാരണം അതാണാണോ പെണ്ണാണോ അത് മറ്റൊരു വിഭാഗമാണല്ലോ. അതും അദ്ദേഹം എഴുതി. അതുകൊണ്ട് പ്രധാനമന്ത്രി ആണായിരിക്കുമ്പോൾ സന്നദ്ധൻ എന്നോ പ്രധാനമന്ത്രി പെണ്ണായിരിക്കുമ്പോൾ സന്നദ്ധ എന്നോ പറയുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ, പത്രത്തിൽ വരുന്നതാണ് 25ാം വിവാഹ വാർഷികം. ഇതെന്താ? 25 വിവാഹം നടത്തിയിരുന്നു. അപ്പം 25ാമത് വിവാഹത്തിൻ്റെ വാർഷികമാണ്. ഒന്നും രണ്ടും അല്ല, വീട്ടിലുള്ളവർ അറിയണ്ട. 25ാമത്തെ വിവാഹത്തിൻ്റെ വാർഷികമാണ്. മര്യാദയ്ക്ക് പറയുകയാണെന്ന് വെച്ചാൽ വിവാഹത്തിൻ്റെ 25ാം വാർഷികാഘോഷങ്ങളാണ്. വിവാഹത്തിൻ്റെ 25ാം വാർഷികമാണ്, അല്ലാതെ 25ാമത് വിവാഹ വാർഷികമല്ല. ഓരോരുത്തരും ഇരിക്കേണ്ടോടത്ത് ഇരിക്കണം, ഇല്ലെങ്കിൽ അവിടെ ശ്വാനം കയറിയിരിക്കും അല്ലേ. അപ്പോൾ ആ സ്ഥാനം മാറി ഇരുത്തേണ്ട ആരേനി നിങ്ങൾ.
വിമാനാപകടത്തിൽ 100 പേർ കൊല്ലപ്പെട്ടു. ഇപ്പൊ കൊല്ലാൻ വേണ്ടി കരുതിക്കുട്ടി വൈമാനികൻ ചെയ്ത പോലെയല്ലേ ഇത് പറയണത്? വിമാനത്തിൽ 100 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതിന് പകരം വിമാനത്തിൽ 100 പേർ മരിച്ചു എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാണ് ഇങ്ങനെ നമ്മളുടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ ശരിയാണോ? ശരിയല്ല. ബസ് അപകടത്തിൽ 10 പേർ മരിച്ചു, അത്ര മതി. ബസ് അപകടത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരോ കരുതി കൂട്ടി കൊല്ലാൻ നോക്കിയതുപോലെയാണ് ആ സംഭവം നടക്കുന്നത്. അതിലൊരു അഭംഗിയുണ്ട് എന്നാണ് നല്ല മലയാളക്കാർ പറയുന്നത്. ഇപ്പം ആദ്യാവസാനം നമുക്ക് തെറ്റുന്നതാ. ആദ്യാവസാനം, ആദ്യം പ്ലസ് അവസാനമല്ലേ? അപ്പൊ ആദ്യാവസാനം മതി. ആ ദീർഘം വേണ്ട, ഇവിടുത്തെ ദീർഘം വേണ്ട. ആദ്യാവസാനത്തിൽ ആദ്യാവസാനം കണ്ടാൽ മതി. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നടപടിക്രമങ്ങൾ. വേണ്ട, ഒരു ക്രമല്ലേ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ ക്രമത്തിൽ. ആ നടപടിക്കൊരു ക്രമമുണ്ട്, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്. ആ നടപടിക്രമങ്ങൾ പാലിക്കണം എന്ന് പറയണ്ട. നടപടിക്രമം ഒരു ക്രമേ ഉള്ളൂ, അതുകൊണ്ടാണല്ലോ അതിനെ ക്രമം എന്ന് പറയണത്. മറ്റത് ക്രമം തെറ്റിച്ചതാ, അപ്പോഴല്ലേ അത് ഒരു എന്തായി മാറുള്ളൂ, ബഹുവചനായിട്ട് മാറുള്ളൂ. അതുകൊണ്ട് നടപടിക്രമം മതി, നടപടിക്രമങ്ങൾ വേണ്ട. അതുപോലെയാണ് നമ്മൾ ലളിതവൽക്കരിക്കേണ്ടതാണ്. കേട്ടിട്ടില്ലേ? ലളിതീകരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ മതി. ലളിതീകരിക്കേണ്ടതാണ്, ലളിതവൽക്കരണം. അങ്ങോട്ട് വൽക്കരിക്കണ്ട കേട്ടോ, ലളിതീകരിച്ചാൽ മതി. നിങ്ങളതിനെ ലളിതീകരിച്ചാൽ മതി, ലളിതവൽക്കരിച്ച് അതിനെ ആകെ സങ്കീർണമാക്കണ്ട, ലളിതീകരിച്ചാൽ മതി. ഇതന്നെ ആധുനികീകരണമാണ്. ശ്രദ്ധിക്കണം. ഇപ്പോൾ ലീലാവതി പറഞ്ഞിട്ടുണ്ട്, പ്രശസ്തയായിട്ടുള്ള നമുക്കറിയാം സാഹിത്യകാരി ലീലാവതി പറഞ്ഞിട്ടുണ്ട്. ലീലാവതി ശരി എഴുതി കൊടുക്കും. എന്താ ശരി? ആധുനികീകരണം, ഇതാണ് ശരി. മലയാളത്തിൽ നല്ല അറിവൊക്കെ ഉള്ള ആളാണ് ലീലാവതി. അപ്പൊ ലീലാവതി ആധുനികീകരണം എന്ന് എഴുതി കൊടുക്കും. അപ്പൊ അത് അച്ചടിക്കുന്ന ആൾ വിചാരിക്കും ലീലാവതിക്ക് തെറ്റി, അതുകൊണ്ട് അദ്ദേഹം അതിനെ എന്തെഴുതും? ആധുനീകരണം എന്നാക്കി മാറ്റും. ശരിയായിട്ട് എഴുതി കൊടുത്താലും അത് തെറ്റായി. നമ്മുടെ ധാരണ ആധുനികവൽക്കരണവും ഉപയോഗിക്കും, അതും തെറ്റാ. ആധുനികീകരണമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ടത് ലളിതീകരണമാണ്. അവിടെ ഒരു തീ വേണം, അതുപോലെ ഇവിടെ ഒരു കീ വേണം. ആധുനികീകരണത്തിലെ ഒരു കീ ഉണ്ട്, മോഡേണൈസേഷൻ ഒരു കീ ഉണ്ട്. വെറുതെ എന്തെങ്കിലും ചെയ്താൽ മോഡേണൈസേഷൻ ആവില്ല. അപ്പം ആ മോഡേണൈസേഷൻ, ആധുനികീകരിക്കലിൽ ഒരു കീ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ആധുനികീകരിക്കുമ്പോൾ പല പഴതിനെയും കരിക്കേണ്ടി വരും. അപ്പം ആധുനികീകരണം അതിൽ ഒരു കീ ഉണ്ട്, ലളിതീകരിക്കേണ്ടതിൽ ഒരു തീയുമുണ്ട്. ഓർത്തു വയ്ക്കുക. അപ്പം ആധുനികീകരണം എന്നതാണ് ശരി. ശരിയായിട്ട് ലളിതാവതി എഴുതി കൊടുത്താലടക്കം പ്രസാധകരിലെ അവിടെ പ്രൂഫ് റീഡർ ചിലപ്പോൾ ആധുനീകരണം എന്ന് ശരിയാക്കി കൊടുക്കുക. ആധുനീകരണം തെറ്റാണ്. ഓക്കെ. അതുപോലെയാണ് ഐകകണ്ഠേനയാണ് ശരി. ഐകകണ്ഠേനയാണ് ശരി. എന്തല്ല? ഐക്യകണ്ഠേന വേണ്ട, ആക്യ വേണ്ട. ഐകകണ്ഠേന, ഏകസ്വരത്തിൽ. ഐകം എന്ന് മതി, ഏകസ്വരത്തിൽ. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം. ചേറ് എന്ന് പറഞ്ഞാൽ എന്താ? പാടം. ആ പാടത്ത് പണിയെടുത്തിട്ടാണ് ഈ ചോറുണ്ടാവണത്. അപ്പം അവരോട് നിങ്ങൾക്കൊരു അതിർത്തി വേണ്ട, അവരാണ് മിടുക്കന്മാർ. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അധ്വാനത്തിൻ്റെ മഹത്വമാണ്. കൈ കഴുകണട്ടാ, കൈ കഴുകിയിട്ട് കുത്തിയാൽ മതിട്ടാ, അത് കഴുകണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ചേറ്റിൽ കുത്തി എന്ന് വിചാരിച്ചിട്ട് അവനെ മാറ്റിയിരുത്തണ്ട. ശരിയല്ല എന്ന് പറഞ്ഞ് മാറ്റണ്ട. അവിടെ അധ്വാനത്തിൻ്റെ മഹത്വമാണ്. അധ്വാനത്തിനൊരു മഹത്വമുണ്ട്. അപ്പം അധ്വാനത്തിൻ്റെ മഹത്വമാണ് അവിടെ പറയുന്നത്. എന്തും എന്നാഞ്ഞ് ചെല്ലം പെരുത്താൽ ചിതലരിക്കും. ഓരോന്നിനും അതിനനുസരിച്ചുള്ളത് മതി. ചെല്ലം പെരുത്താൽ ചിതലരിക്കും. ഓരോന്നും അതിൻ്റെ ആവശ്യത്തിന് മതി. ഒന്നും അമിതമായ വേണ്ട. എന്തും അധികമായാൽ ഫലം ദോഷമായിരിക്കും. അധികമായാൽ അമൃതും വിഷം. മറ്റൊന്ന് പറയാറുണ്ടല്ലേ, പുകഞ്ഞ കൊള്ളി പുറത്തോ
ഒരു പ്രാവശ്യം ചോദിച്ചതാ. പുകഞ്ഞ കൊള്ളി പുറത്ത്. കൂട്ടത്തിൽ ദോഷം ചെയ്യുന്നവൻ, ഒപ്പം ഇരുന്നിട്ട് പണി നമുക്ക് തരുന്ന ആള് എടുത്ത് പുറത്തേക്ക് ഇടണം. ഇപ്പം ഇരുന്നിട്ട് തന്നെ പണി തരുന്ന ആളേനെ അല്ലേ, കൂട്ടത്തിലിരുന്ന് ദോഷം ചെയ്യുന്നവനെ ബഹിഷ്കരിക്കണം. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നാണ് അർത്ഥം. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. സീഡ് എന്ന് പറഞ്ഞാൽ വിത്ത്, സ്പ്രൗട്ട് വിരിയലാണ്. എന്താ, വിതച്ചത് കൊയ്യും എന്നാണോ, വിത്ത് ഗുണം 10 ഗുണം എന്നാണോ? വിത്തിൻ്റെ പോലെ ഇരിക്കും ആ സ്പ്രൗട്ട്. വിത്ത് ഗുണം 10 ഗുണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലുള്ള ഒന്നാണ് ഇറ്റ് ഈസ് എ ഗുഡ് ഗ്രാഫ്റ്റിംഗ് ഓൺ എ ഗുഡ് ബാക്ക്. ഇതും വിത്ത് ഗുണം 10 ഗുണം എന്നാണ്. വിതച്ചത് കൊയ്യാം എന്നുള്ളതിൽ ആസ് യു സോ എന്ന് പറഞ്ഞാൽ വിതയ്ക്കുക, വിതച്ചു. സോ യു റീപ്പ്. റീപ്പ് കൊയ്യല, വിതച്ചത് കൊയ്യും. എന്താണോ നിങ്ങളുടെ പ്രവൃത്തി അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, ചീത്തത് ചെയ്താൽ ചീത്തത് കിട്ടും എന്നർത്ഥം. മറ്റൊരു രസം കിട്ടാ, വാഷ് എ ഡോഗ്. ഒരു നായേനെ കുളിപ്പിച്ച് നോക്ക്. കോംബ് എ ഡോഗ്, ഒന്ന് നന്നായിട്ടൊക്കെ വൃത്തിയായിട്ട് അതിനെ ഒരുക്കി നോക്ക്. എന്ത് പറഞ്ഞാലും സ്റ്റിൽ എ ഡോഗ് ഈസ് എ ഡോഗ്. ഇതൊക്കെ ചെയ്താലും ഒരു നായയാണ് എന്നർത്ഥം. നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ എന്നല്ലട്ടോ ഇതിൻ്റെ അർത്ഥം. നായനെ എന്ത് ചെയ്താലും, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? ഇതാണ് കറക്റ്റ്. വാഷ് എ ഡോഗ്, ഒരു നായനെ കുളിപ്പിച്ചോ, ചീകിയൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കോ. പക്ഷെ സ്റ്റിൽ എ ഡോഗ് ഈസ് എ ഡോഗ്. അപ്പോഴും ഡോഗാണ്. ഇതൊന്നും ആ അർത്ഥത്തിൽ ശരിയല്ല കേട്ടോ. മാറ്റങ്ങൾ എന്തിനും വരുത്താം നമുക്ക്. പക്ഷെ നമ്മുടെ വ്യക്തിത്വം അത് മാറ്റാൻ പറ്റില്ല എന്നാണ്. വെൻ ഇൻ റോം, മറ്റൊരു രസകരമായതാണ്. വെൻ ഇൻ റോം ഡു ആസ് ദ റോമൻസ് ഡു. ഇത് വളരെ കാര്യമാണ്. അഡാപ്റ്റബിലിറ്റി വേണം. റോമിൽ ചെന്നാൽ റോമക്കാരനെ പോലെ പെരുമാറിയാൽ മതി. മുണ്ടൊക്കെ എടുത്തിട്ട് ഷർട്ട് ഇട്ടിട്ട് നടക്കണ്ട, അവിടുത്തെ പോലെ നടക്കുക. അത് വളരെ പ്രധാനമാണ്. ഒരു നാടിനെ ആ പരിസ്ഥിതിക്കനുസരിച്ച് നമ്മൾ അഡാപ്റ്റീവ് ആവണം. അത് വലിയ ഗുണമാണ്. ഇനിയത്തെ കാലത്ത് പ്രത്യേകിച്ചും. ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം. ചേരനെ തിന്നണ ആൾക്കാരാണ്. എനിക്ക് ചേര വയ്യാന്ന് പറഞ്ഞിട്ടിരിക്കേണ്ട, നല്ല നടു ഫ്രൈഡ് ഉണ്ടാവും, വേണമെങ്കിൽ കഴിച്ചോ എന്നാണ് പറയണത്. പഴയ ആളുകൾക്ക് അറിയാം ഇതൊക്കെ. ചേർത്തെഴുതുക. ഇത് എത്ര പ്രാവശ്യം വന്നത് അല്ലേ? നമ്മൾ തന്നെ എത്ര പ്രാവശ്യം ചെയ്തു? ഈ പ്ലസ് അൾ, ഇവൾ, ഇവളാണ്. അപ്പൊ ഈ പ്ലസ് അന്നോ, ഇവനാണ്. അപ്പൊ ആ പ്ലസ് അന്നോ, അവനാണ്. ആ പ്ലസ് അള്ളോ, അവളാണ്. ആ പ്ലസ് അർ ഓ, അവരാണ്, അവർ. ആ പ്ലസ് അർ, അവരാണ്. അതേസമയം താൻ പ്ലസ് കൾ ആണ് താങ്കൾ. താൻ പ്ലസ് കൾ താങ്കളാണ്. പക്ഷെ മരം പ്ലസ് കൾ മരങ്ങളാണ് കേട്ടോ. മരം പ്ലസ് കൾ മരങ്ങളാണ്. കുളം കോരി, അതാണ് കേട്ടോ. കുളം കോരി എന്താ അർത്ഥം? നശിപ്പിക്കുക എന്നാണ്. കൊള്ളം കോരി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. കുളം എന്നാ പറയുക, കുളം എന്ന് പറയില്ല. 100 മലയാളിക്ക് 100 ഭാഷ അല്ലേ? 6 മലയാളിക്ക് 6, അങ്ങനെ ഞാൻ വിട്ടുപോയി അതിൻ്റെ ഒരു കറക്റ്റ്. അതിൻ്റെ ഒരു ഭാഷ ഉണ്ട്. അതായത് ഒരു 10 മലയാളി ഉണ്ടെങ്കിൽ അവർക്ക് 100 ഭാഷ ഉണ്ട്. അത്ര പ്രാദേശിക ഭാഷാ ഭേദങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം കുളം എന്നാ പറയുക ഞങ്ങളുടെ നാട്ടിൽ. കുളം എന്നൊന്നും പറയില്ല. കുളം, കുളത്ത് കുളിക്കാൻ പോവല്ലേ എന്ന് നോക്കും പണ്ട്. കുളമാണ് യഥാർത്ഥത്തിൽ, കുളമാണ്. കുളം കോരി, കുളം കോരുക, കുളം തോണ്ടുക, കുളം കഴിക്കുക, നശിപ്പിക്കുക. കുളമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നാനാവിധമാക്കുക. കൊളാക്കി എന്ന് പറഞ്ഞാൽ നാനാവിധമാക്കി. കുളം കോരി എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു. വലിയ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ് കൊളാക്കുക. വല്ലാത്തൊരു കൊളാക്കലാട്ടോ നീ ചെയ്തത്. നിങ്ങളുടെ നാട്ടിൽ പറയാറുണ്ടോ? മലപ്പുറത്ത് പറയും. മറ്റൊന്നുണ്ട്, കുളത്തിൽ മുങ്ങി കിണറ്റിൽ പൊങ്ങുക. കുളത്തിലാ മുങ്ങിയതാള്, കുളത്തിൽ കാണുമ്പോൾ ഇല്ല. കുളത്തിൽ മുങ്ങി.
കിണറ്റിൽ പൊങ്ങുക. ഇത് പറയണത് എന്താ അറിയോ? ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കൗശലം കാട്ടുന്നതിനാണ് ഇത് പറയുക. കുളത്തിൽ മുങ്ങി കിണറ്റിൽ പൊങ്ങുക. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ LDC ക്രാഷ് കോഴ്സിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, മറക്കണ്ട, ഒന്ന് ചേർന്ന് നോക്കൂ. എന്നിട്ട് കണ്ടിട്ട് ശരിയല്ലെങ്കിൽ വിട്ടേക്ക്, നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. ചേർന്ന് നോക്കൂ. ഓക്കെ, താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.